3D സാധനങ്ങൾ ഉണ്ടാക്കണ പേനല്ലേ? നനുമോനെ രാവിലെ സ്കൂളിലാക്കാൻ വേണ്ടി പോയത് ഞാനാണ്. അപ്പോൾ തിരിച്ചു വരുന്ന വഴി കുറച്ച് പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങാൻ വിചാരിച്ചു. നിഷായില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ സാധനങ്ങളൊന്നും വാങ്ങാൻ ഇറങ്ങലില്ല കേട്ടോ. ഇതിപ്പോൾ മാളിക്കൊന്നും അങ്ങനെ വന്നപ്പോൾ അവിടേക്കുള്ളത് അങ്ങനെ വാങ്ങിയെന്നുള്ളൂ. അവിടുന്ന് നേരെ ഞാൻ ഗ്യാസിൻ്റെ ഈ ഒരു സംഭവം കേടായിക്കുന്നു. അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് കയറി. ഇത് പൊട്ടിയതുകൊണ്ട് തന്നെ ഗ്യാസ് ശരിക്കും കത്തണില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്തു കേട്ടോ. പിന്നെ ചിക്കൻ വാങ്ങാണ്ടായിരുന്നു. അത് നിഷായിൻ്റെ ആപ്പാൻ്റെ കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം നിന്ന് ഞാൻ അതൊക്കെ വാങ്ങി തിരിച്ചു പോന്നു. പിന്നെ പാല് വാങ്ങി. അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ വാങ്ങി തട്ടിക്കൂട്ടി വത്തക്കയും വാങ്ങിയിട്ടുണ്ടായിട്ടോ. 3D പെൻ ഞാനറിയാതെ അനുമോനെ ഓർഡർ ചെയ്യുന്ന ഓരോ ഐറ്റംസ് ആണ് കേട്ടോ. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. 3D പെന്നാണ്. അപ്പോൾ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മുകളിൽ കൊടുക്കാം. കുട്ടികൾക്കൊക്കെ വാങ്ങിക്കൊടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇന്ന് ദോശയുണ്ടോ? പിന്നെ അടുക്കളയിൽ ചെന്നപ്പോൾ ദോശമാവ് ഇത്രയധികം പോയി കിടക്കുന്നുണ്ട്. ഇങ്ങനെ പൊന്തി പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഉമ്മ ഇറക്കുമ്പോൾ അങ്ങനെയാണ് കേട്ടോ. ആ ടൈം ആകുമ്പോഴത്തേക്കേ പൊന്തി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കാണുമ്പോൾ ഭയങ്കര ആഗ്രഹക്കാരം. ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ, എനിക്ക് അങ്ങനത്തെ ഒരു കഴിവില്ല. ദോശമാവ് ഇങ്ങനെ പൊന്തുന്ന കഴിവില്ല. പിന്നെ കുറച്ച് കസ്കസൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു ജ്യൂസിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. ജ്യൂസ് അടിക്കണത് വത്തക്കയാണ്. എനിക്ക് വത്തക്ക ജ്യൂസിൽ കസ്കസ് ഇട്ട് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വെറും വെള്ളത്തിലാണെങ്കിലും ഇട്ടിട്ട് ആ കസ്കസ് ഇങ്ങനെ കുടിക്കും. നല്ലതാണ്. നമുക്ക് വയറിൻ്റെ ഉള്ളിൽ തണുപ്പ് മൂത്രച്ചൂട് കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കും എന്ന് പറയുന്നത് ഇങ്ങനെ കേട്ടിരിക്കണം കേട്ടോ. പിന്നെ വത്തക്ക വെച്ചിട്ട് ജ്യൂസ് മാത്രമല്ല കേട്ടോ ഉണ്ടാക്കണത്. ഞാൻ കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം എന്താണ് ഉണ്ടാക്കണത് എന്നുള്ളത്. ഇപ്പോൾ ഇതാ ജ്യൂസ് ഏകദേശം റെഡിയായി. ഞാൻ ഫ്രിഡ്ജിക്ക് വെക്കുന്നുണ്ട്. എണ്ണക്കടി ഇന്ന് സമൂസയാണ്. അത് കുഞ്ഞാനും ഏറ്റെടുത്തുകൊണ്ടോ ചുറ്റിലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് സമൂസയുടെ പോലെയൊക്കെ ചുറ്റിയെടുക്കും. പിന്നെ വത്തക്ക ജ്യൂസ് അടിക്കുന്ന ടൈമിൽ നമുക്ക് രണ്ടാമതൊരു ജ്യൂസ് എന്തായാലും മസ്റ്റാണ്. കാരണം മോനു വത്തക്ക ജ്യൂസ് കുടിച്ചു കേട്ടോ. ഞാനും അതേപോലെ ആയിരുന്നു. ഇപ്പം ഞാൻ ഏകദേശം കുടി നിർത്തി. മോന് കുടിക്കൂല. അപ്പോൾ എനിക്ക് ഓറഞ്ച് ജ്യൂസും അടിച്ച് മാറ്റി വെച്ചിട്ടോ. പിന്നെ ഇതാ വത്തക്ക വെച്ചിട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞ ഐറ്റം ഇതാണ്. ഇതിൽ മെയിൻ ആയിട്ട് ഒരു ഐറ്റം ഉണ്ട് കേട്ടോ. നാറ്റ ന്യൂട്രിക്ക എന്ന് പറഞ്ഞത് ഈ ഒരു ബ്രാൻഡിൻ്റെ കോക്കനട്ട് നൂഡിൽസ് ആണ്. അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ജെല്ലി ഐറ്റംസ് ഒക്കെ. അതിട്ടിട്ടുണ്ടാക്കുന്ന എല്ലാ ഐറ്റം എനിക്ക് ഇഷ്ടമാണ്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കൂടുതൽ ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും ആ ഒരു കോക്കനട്ട് നൂഡിൽസ് ഉള്ളതുകൊണ്ട് തന്നെ അത് ഭയങ്കര ടേസ്റ്റ് ചെയ്യുന്നുട്ടോ. പിന്നെ ഇതാ സമൂസയൊക്കെ സെറ്റായി എല്ലാം ടേബിളുമൊക്കെ വെച്ചിട്ടു. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഞങ്ങളധികം ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒന്നും എടുക്കില്ല. തട്ടിക്കൂട്ടി അങ്ങനെ പെട്ടെന്ന് എടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഫുള്ള് സെറ്റ് ചെയ്തത് കാണിക്കാത്ത. വത്തക്ക ജ്യൂസ്, പിന്നെ ഓറഞ്ച് ജ്യൂസ്, പിന്നെ നമ്മളിതാ പച്ചവെള്ളം ഉണ്ട്. പിന്നെ നമ്മളെ സ്പെഷ്യൽ ഐറ്റം ഈ കോക്കനട്ട് നൂഡിൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ എവിടെയെങ്കിലും നമ്പർ കൊടുക്കട്ടോ. അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നമ്പർ ഞാൻ പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാങ്ങി നോക്കിക്കോ. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി എന്തായാലും നമുക്ക് ഇഷ്ടമാവാതിരിക്കില്ല. ഗസ്റ്റൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ അടിപൊളിയായിരിക്കും. പിന്നെ അതാ നോമ്പൊക്കെ തുറന്നു. നോമ്പ് തുറക്കുന്ന ടൈമിൽ നമ്മൾ കഴിക്കുന്ന പൊരിക്കടികളൊക്കെ സമൂസ ഐറ്റംസ് ഒക്കെ പുറത്തുനിന്ന് വാങ്ങണതാണോ അത് നമ്മൾ ഉണ്ടാക്കുന്നതാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടോ. എനിക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെയാണ് ഇഷ്ടം. അതിൻ്റെ അത്ര ടേസ്റ്റ് മറ്റേത് വരില്ല. പിന്നെ അതാ പാലപ്പവും ചിക്കൻ കറി ആയിരുന്നു രാത്രി കഴിക്കാൻ. അപ്പോൾ അതും കൂടിയും കഴിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങി. പിന്നെ നമ്മൾ രാത്രി ചോറൊന്നും കഴിക്കൂല കേട്ടോ. അപ്പോൾ ഉച്ചക്കാണെങ്കിലും കടി ഉണ്ടെങ്കിൽ അത് തന്നെയാണ് കഴിക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.